നാളെ മോഹിനി ഏകാദശിയാണ്. ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന ദിവസമാണ് നാം ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതായത് 8-ാം തീയതി വ്യാഴാഴ്ച. ഏകാദശി തിഥി ആരംഭം, അവസാനം, ഹരിവാസര സമയം, പാരണ വിടുന്ന എല്ലാം കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏകാദശി ദിവസവും പാരണ വീടുന്ന ദിവസവും ഏകാദശി വ്രതകഥ കേൾക്കുന്നത് ഉത്തമമായിരിക്കും. ഈ വീഡിയോയിൽ കഥ മുഴുവൻ പറയാൻ കഴിയുമോ എന്നറിയില്ല. ഇല്ലെങ്കിൽ ഇതിൻ്റെ 2ാം ഭാഗം കൂടി കേൾക്കേണ്ടതാണ്. വ്രതകഥ വായിക്കുകയോ കേൾക്കുകയോ ആകാം. അത് വ്രതം അനുഷ്ഠിക്കുന്ന പോലെ തന്നെ ഉത്തമമാണ്. ഇതിൽ യുധിഷ്ഠിര മഹാരാജാവിനോട് ശ്രീകൃഷ്ണൻ പറയുന്ന കഥയായിട്ടാണ്. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് മുമ്പ് ശ്രീരാമസ്വാമിയോട് അദ്ദേഹത്തിൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷി വൈശാഖ മാസത്തിലെ ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു കഥ പറഞ്ഞു കൊടുത്തു. അതേ കഥ തന്നെയാണ് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരനോട് പറയുന്നത്. ആ കഥ ഇപ്രകാരമാണ്. സരസ്വതി നദിയുടെ തീരത്ത് ഭദ്രാവലി എന്നൊരു രാജ്യമുണ്ടായിരുന്നു. അവിടുത്തെ രാജാവായിരുന്നു ധൃതിമാൻ. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് രാജ്യം ഭരിച്ചിരുന്നത്. വിഷ്ണു ഭക്തൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഒരു വിഷ്ണു ഭക്തനായ വ്യാപാരി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ധനപാലൻ എന്നായിരുന്നു. അദ്ദേഹം സാധുജനങ്ങൾക്ക് വേണ്ടി അനേകായിരം സൗധങ്ങളും